ഇവിടെ ഫുള്ള് ഗുഹകളാണ്. ഏകദേശം PUBG പോലെ തന്നെ. നമുക്കൊരു ഷെൽട്ടറിൽ ഇറങ്ങി കഴിഞ്ഞാൽ അറിയാലോ, അതിനുള്ളിൽ കയറിപ്പോയി കഴിഞ്ഞാൽ തലാട്ടും ചെറുതായിട്ട് ഇറങ്ങി പോവാ. ഇവിടെ ഡോറുണ്ടായിരുന്നു, അത് അടച്ചേക്കാണ്. നിലത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ കല്ലുകൾ കാണാം, നല്ല ഡിസൈനുള്ള കല്ലുകൾ ഫുള്ള്. 100-150-200 കൊല്ലം പഴക്കം. അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, കുറയില്ല. पुराना वाला ഇതിപ്പോൾ നിങ്ങൾക്കറിയാലോ, അറ്റാക്കൊക്കെ വരുമ്പോൾ വെള്ളം നിറച്ചിട്ടുള്ള പരിപാടിയാണിത്. സെറ്റപ്പ് വെള്ളം നിറച്ചപ്പോൾ വെള്ളമൊന്നുമില്ല. അടിക്കൊക്കെ ഇവിടെ ഇതുണ്ട്. ഇതതുപോലത്തെ ഒരു ഇതാണ്. കയറി നോക്കാം. എന്തെങ്കിലും ഉണ്ടാവോ? ഇത് വേറെ സെറ്റപ്പ് തന്നെ കഴിഞ്ഞു. ഏകദേശം ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണത്. അതിന് മുകളിൽ കയറാനൊക്കെ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതൊക്കെ അടച്ചിട്ടൊക്കെയാണ്. ഗേറ്റ് വെച്ചിട്ട് കടക്കാനൊന്നും പറ്റില്ല കടലിൽ. ഇതിനുള്ളിൽ ഇനിയും ഗുഹകളൊക്കെ ഉണ്ട്. 150 കൊല്ലമല്ല, 200 2000 കൊല്ലത്തിൻ്റെ മുകളിൽ പഴക്കം നിന്ന് അവിടെ ഇരിച്ചിട്ടുണ്ട് കടലിൽ. എറാങ്കിൾ മാപ്പിലെ ഷെൽട്ടറില്ലേ, ഷെൽട്ടറിൻ്റെ പോലത്തെ ഒരു ഗുഹയാണിത്. കറക്റ്റ് ഷെൽട്ടർ. PUBG കളിക്കുന്നവർക്ക് മനസ്സിലാവും ഏകദേശം. കറക്റ്റ് ഷെൽട്ടർ തന്നെ. ഒരെണ്ണം കൂടി ഉണ്ട്. കാണും പേടിയാവുണ്ടല്ലോ, കുഴപ്പമില്ല. ഏകദേശം ഇവിടേക്ക് ഇരുന്നിട്ടാണ് മുന്നത്തെ ആൾക്കാർ വാറും ഫൈറ്റൊക്കെ നടന്നിരുന്ന സ്ഥലങ്ങൾ. ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പറ്റി എനിക്ക്. ഇതാണ് ഇവിടുന്ന്, അതാണ് ബഹ്റൈൻ സീഫ് ഏരിയ. ഇത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അത് കാണുന്നത് കിണറാണ്. ഇത് കിണറില്ല ഗൈസ്, ഇത് വെള്ളം ശേഖരിക്കാൻ വേണ്ടി ചെറിയൊരു സെറ്റപ്പ് നടത്തിയൊക്കെ തോന്നുന്നുണ്ട്. കഴിഞ്ഞു. ഇതാണ് ഇവിടെ ഉള്ളത്. ആണ് ഇവിടുന്ന് കാണുന്നുള്ളൊരു വ്യൂ. ഈ കാണുന്നിടത്ത് പണ്ടത്തെ കോയിന് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ. ശിലകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുന്ന് ബീച്ചിക്ക് കാണുന്നൊരു വ്യൂ. കഴിഞ്ഞിരിക്കുന്നു. കോട്ടെ പോണ വഴിക്ക് ബീച്ചിലിറങ്ങി അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളും കണ്ട് നേരെ റൂം